അനിയുടെയും അനാമികയുടെയും വിവാഹത്തിന് വേണ്ടിയിട്ട് താലി പണിയാൻ വേണ്ടിയിട്ട് പരമ്പരാഗതമായിട്ടുള്ള ഒരു മാലയുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു മാല ആ ഒരു മാല ഉരുക്കി വേണം താലി പണിയിക്കാനെന്നാണ് ആ വീടിൻ്റെ ഒരു ഇത്. അങ്ങനെ ആ മാല മുത്തശ്ശി എടുത്തിട്ട് നയനയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ്, മോളെ ഇത് പൂജാമുറിയിൽ കൊണ്ട് വെക്കണം. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം പൂജയൊക്കെ ചെയ്തതിന് ശേഷം ഇത് തട്ടാൻ്റെ കൊടുത്തിട്ട് താലിമാല മാംഗല്യം പണിയിക്കണമെന്ന് പറയുന്നുണ്ട്. നയനയാണെങ്കിലും ശരി അമ്മയെന്നും പറഞ്ഞിട്ട് ആ ഒരു മാല മേടിച്ചുകൊണ്ടായി താലത്തിൽ വെക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ജലജ ആലേക്കാണ് ഇതെന്തായാലും അമ്മയ്ക്കിട്ടും മക്കൾക്കിട്ടും നല്ലൊരു പണി കൊടുക്കാനുള്ള അവസരമാണെന്ന് അവൾ മനസ്സിൽ കരുതുന്നുണ്ട്. ഈ സമയത്ത് നവീനെ നോക്കാൻ വേണ്ടി കനകം ആ വീട്ടിലൊന്ന് നിൽപ്പുണ്ട് കേട്ടോ. ആ ഒരു സമയത്താണ് ഈ സംഭവം ഉണ്ടാക്കുന്നത്. അങ്ങനെ ജലജ പതിയെ ആരും കാണാതെ ആ മാല ഇവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് നേരെ മുറിയിലേക്ക് പോകുന്നുണ്ട്. അവിടെ പോയിട്ട് കനകത്തിൻ്റെ ബാഗിനുള്ളിൽ ഈ ഒരു മാല ഒളിപ്പിച്ചു വെക്കാണ്. എന്നിട്ട് അബിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എടാ ഇന്നത്തോടെ കനകത്തിൻ്റെ മക്കളെയും കാര്യം പോക്ക എന്ന് പറയുന്നു. എന്താ അമ്മേ എന്താ കാര്യം ചോദിക്കുമ്പം അതൊക്കെയുണ്ട്, നീ കണ്ടോ, ഇന്നിവിടെ കനകത്തിനെ കള്ളിയാക്കി മുദ്ര കുത്തി ഇവിടെ നടിച്ചിറക്കാൻ പോവാണെന്ന് പറയുമ്പം എന്തോ അമ്മ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. എന്നാൽ അമ്മയുടെ പ്ലാനിങ് പക്ക ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവളുമാരിവിടെ ഇറക്കിയാൽ മതി എന്ന് പറയാൻ കേട്ടോ. ഈ സമയത്ത് നവ്യയും നയനയും നല്ല കൂട്ടായിരിക്കും, കനകവും അതുപോലെ തന്നെ നല്ല കൂട്ടായിരിക്കും. മൂന്നുപേരും ഒറ്റക്കെട്ടാണ് അനന്തപുരിയിൽ നിൽക്കുന്നത്. അങ്ങനെ ഇവള് കൊണ്ടുപോയിട്ട് ഈ മാല കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ ഹാളിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ മുത്തച്ഛൻ നയനോട് പറയാണ്, മോളെ പൂജക്കുള്ള സമയമായി, നമുക്ക് പോയി പൂജ ചെയ്യാമെന്നും പറഞ്ഞിട്ട് എല്ലാവരെയും വിളിച്ചുകൊണ്ട് പൂജ ചെയ്യാൻ വേണ്ടി പൂജാമുറിയിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്ന് നോക്കുമ്പോൾ താലത്തിൽ മാല കാണുന്നില്ല. മുത്തശ്ശി ചോദിക്കുകയാണ്, അല്ല നയനെ താളത്തിൽ നിന്ന് മാല എവിടെയും ചോദിക്കുമ്പോൾ, അയ്യോ മുത്തശ്ശി ഞാൻ ഇവിടെ തന്നെയാണ് മാല വെച്ചത്, മുത്തശ്ശി പറഞ്ഞപ്പോൾ തന്നെ ഞാൻ മാല കൊണ്ട് ഇവിടെ വെച്ചിട്ട് നേരെ പോയതാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മാല എവിടെ മോളെയും ചോദിക്കുമ്പോൾ, അയ്യോ മുത്തശ്ശി എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് പറയാണ്, അവിടെ എവിടെയെങ്കിലും കാണും, നീ മറന്നു വെച്ചതായിരിക്കും, തപ്പി നോക്കുമെന്ന് പറഞ്ഞിട്ട് ആ പൂജാമുറി ആകെ എല്ലാവരും തപ്പി നോക്കുകയാണ്. അപ്പോഴേക്കും ജലജ വന്നിട്ട് പറയാണ്, ഇതെന്തൊരു അശുഭമാണ്, എല്ലാ കാര്യവും ഇങ്ങനെ അശുഭമായിട്ടാണ് നടക്കുന്നത്, എവിടെയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ എല്ലാത്തിലും ഓരോ തടസ്സങ്ങളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, ജലജ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ജലജ പറയുന്നുണ്ട്, അച്ഛാ ഞാൻ എന്താ തെറ്റായിട്ട് പറഞ്ഞത്, ഞാൻ ഉള്ള കാര്യം തന്നെയല്ലേ പറഞ്ഞേ, എന്തൊക്കെ തടസ്സങ്ങൾ ഓരോ സമയത്ത് ഉണ്ടാവുമെന്ന് ചോദിക്കുന്നുണ്ട്. നീ മിണ്ടരുത് എന്ന് പറയാണ്. എന്തായാലും നമുക്ക് എല്ലായിടത്തും തപ്പി നോക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പൂജാമുറിയും ഹാളും എല്ലാ സ്ഥലവും തപ്പി നോക്കുന്നുണ്ട് കേട്ടോ. എന്നാലും അത് എവിടെയും കാണുന്നില്ല. അപ്പോഴേക്കും ജലജ പറയാണ്, നമുക്ക് എല്ലാവരും മുറി കൂടി ചെക്ക് ചെയ്ത് നോക്കാമെന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുകയാണ്, എന്താ ജലജ നീ പറഞ്ഞത്, എല്ലാവരും മുറി ചെക്ക് ചെയ്യാനോ? മുത്തശ്ശി പറയാണ്, ഈ മാംഗല്യത്താലി ആയതുകൊണ്ടാണ് പ്രശ്നം, അതല്ലാത്ത സ്വർണ്ണമാണെങ്കിൽ പോട്ടെ വെക്കാമായിരുന്നു മുത്തശ്ശി പറയാണ്. എങ്ങനെയെങ്കിലും തപ്പി കണ്ടുപിടിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ജലജ പറയാണ്, നമ്മുടെ ഈ വീട്ടിലുള്ള ആരും തന്നെ സ്വർണ്ണം എടുക്കാനൊന്നും പോകുന്നില്ല, കാരണം എല്ലാവരും ഇഷ്ടംപോലെ സ്വർണ്ണം എല്ലാവരും കബോർഡിൽ തന്നെ ഇരിപ്പുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നവി ചോദിക്കുകയാണ്, പിന്നെ ആരെയാമ്മ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും, ഇവിടെ പുറത്തൊന്നും താമസിക്കുന്ന നിങ്ങൾ 3 പേരല്ലേ ഉള്ളൂ, നിങ്ങളെ ചെക്ക് ചെയ്യണ്ടേ എന്ന് പറയുമ്പോഴേക്കും, ദേ മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് പറയുകയാണ് നയന. അപ്പോഴേക്കും ആദർശ് ചോദിക്കുന്നുണ്ട്, എന്ത് വർത്താനം അപ്പച്ചി പറയുന്നത്, ഇവർ 3 പേരും എടുക്കുമെന്നാണ് അപ്പച്ചി പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ, അയ്യോ നിന്റെ ഭാര്യ അമ്മയമ്മനെയും കുറ്റപ്പെടുത്തിയല്ലടാ, പറയാൻ പറ്റുമോ, ഇത്രയും സ്വർണ്ണമൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് അവർക്ക് എടുക്കണമെന്ന് തോന്നിയാലോ എന്നൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശനൊക്കെ ജലജേനെ വഴക്ക് പറയുന്നുണ്ട്. ജലജ പറയാണ്, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, ബാ എല്ലാവരും ബാ എൻ്റെ കബോർഡിലും എൻ്റെ മുറിലും ചെക്ക് ചെയ്യുമെന്ന് പറയുമ്പം, അതൊന്നും വേണ്ട, അതൊക്കെ മോശമാണെന്ന് പറയുമ്പം, വേണ്ട എല്ലാവരും ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ജലജ ഫസ്റ്റിനുള്ള മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. കണ്ടോ എൻ്റെ മുറിയിൽ എങ്ങും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ശേഷം ജലജയുടെ മുറിയിൽ തന്നെയാണല്ലോ കനകയും താമസിക്കുന്നത്. അപ്പോൾ തന്നെ കനകത്തിൻ്റെ ബാഗ് എടുത്തിട്ട് ജലജ പറയാണ്, ഇനി ഇവളുടെ ബാഗിൽ നിന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, അതൊന്നും വേണ്ടെന്ന് പറയുമ്പം കനകം പറയാണ്, വേണ്ട, ഒരു സംശയത്തോട് കൂടിയിട്ട് ആരും നിൽക്കണ്ട, എൻ്റെ ബാഗും ചെക്ക് ചെയ്യണം എന്ന് പറയാണ്. മുത്തശ്ശൻ, അത് വേണ്ട കനകം, നിന്നെ ഞങ്ങൾക്ക് വിശ്വാസമല്ലേ? അപ്പോഴേക്കും പറയാണ്, ഇല്ല, ഈ ഒരു കറമായണമെങ്കിൽ ആ ബാഗ് കുടഞ്ഞിട്ട് നോക്കിയാൽ മാത്രമേ പറ്റുള്ളൂ എന്ന് കനകം പറയുന്നുണ്ട്. അങ്ങനെ അനിയാണ് കേട്ടോ ആ ബാഗ് എടുക്കുന്നത്. അപ്പോഴേക്കും അനി ആ ബാഗ് എടുത്ത് മടിച്ച് നിൽക്കുമ്പോഴേക്കും കനകം പറയാണ്, മോൻ ധൈര്യമായിട്ട് ചെക്ക് ചെയ്തോ, ഒരു കുഴപ്പമില്ല, ഞാൻ ഒന്നും വിചാരിക്കില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് അനി ആ ബാഗെല്ലാം കുടഞ്ഞിടുമ്പോഴേക്കും, വീട് പെട്ടെന്ന് വാ എന്നിങ്ങനെ ജലജ ഇങ്ങനെ പറഞ്ഞ് സന്തോഷം നിൽക്കുന്നുണ്ട്. പക്ഷെ ഒന്നും തന്നെ അതിൽ നിന്ന് വരുന്നില്ല. കനകത്തിന് കുറച്ച് സാരി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഇപ്പോൾ എല്ലാവർക്കും സന്തോഷമായില്ലെന്ന് ചോദിക്കുകയാണ് കനകം. നവ്യ പറയാണ്, ഞാൻ അപ്പോഴേ പറഞ്ഞതാ, എൻ്റെ അമ്മേനെ ആവശ്യമില്ല സംശയിച്ചില്ലെന്നൊക്കെ പറഞ്ഞ് നവ്യ ബഹളം വെക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ പറയാണ്, ബാ എല്ലാവർക്കും ബാക്കി എവിടെയെങ്കിലും പോയി തപ്പാന്നും പറഞ്ഞിട്ട് എല്ലാവരും താഴേക്ക് പോയി തപ്പുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ജലജ മുറിയിൽ നിന്നിട്ട്, ഈശ്വര ഞാൻ ഈ ബാഗിൽ തന്നെയാണല്ലോ വെച്ചത്, എവിടെ പോയെന്ന് പറഞ്ഞ് ബാഗ് വീണ്ടും കുടയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ട് നയന നവ്യ വന്നിട്ട് നവ്യ ചോദിക്കുകയാണ്, എന്താ വെച്ചിടത്ത് കാണുന്നില്ലെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും
ജലജ ഒന്ന് ഞെട്ടിപ്പോവാണ്. എന്ത് വെച്ചെടുത്ത്? അല്ല, നിങ്ങൾ എൻ്റെ അമ്മയെ കളിയാക്കാൻ വേണ്ടിയിട്ട് മാല കൊണ്ട് എൻ്റെ അമ്മയുടെ ബാഗ് വെച്ചിരുന്നല്ലോ, അത് കണ്ടോന്നാണ് ചോദിച്ചെന്ന് പറയുന്നുണ്ട്. ഞാൻ ആരുടെ ബാഗിൽ നിന്നും കൊണ്ട് വെച്ചിട്ടില്ല. അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, ആണോ? അങ്ങനെയാണെങ്കിൽ അതിന് തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും ഫോണിൽ ഷൂട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ പൂജാമുറിയിൽ പോയിട്ട് മാല എടുക്കുന്നതും അവിടെ തിരികെ വന്നിട്ട് എൻ്റെ അമ്മയുടെ ഫോണിൽ എൻ്റെ അമ്മയുടെ ബാഗിൽ മാല വെക്കുന്നതും എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും എന്തിട്ട് ജലജ സമ്മതിക്കുന്നില്ല കേട്ടോ. നവ്യ പറയണ, ശരി നിങ്ങൾ സമ്മതിക്കേണ്ട, ഞാൻ ഇപ്പം തന്നെ ഈ ഫോൺ കൊണ്ടുപോയിട്ട് മുത്തശ്ശനൊക്കെ കാണിച്ചിട്ടെന്ന് പറയുമ്പോൾ, അയ്യോ വേണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നയന ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നയന, ആണോ ചേച്ചിയുടെ കയ്യിൽ തെളിവുണ്ടോ ചോദിക്കുമ്പോൾ, ഇല്ലടി, ഇവരുടെ അടുത്തൊക്കെ ഇങ്ങനെ എറിഞ്ഞു മേടിച്ചാലേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ കള്ളിയാ, നിങ്ങൾ മോഷ്ടിച്ചവളാ, നാണമില്ല നിങ്ങൾക്ക്, ഇത്രയും വലിയ വീട്ടിൽ നിന്ന് മോഷ്ടിക്കാമെന്നൊക്കെ നയന ചോദിക്കുമ്പോഴേക്കും നയനയുടെ മേലെ അടിക്കാൻ വേണ്ടിയിട്ട് ജലജ കൈയൊങ്ങുന്നുണ്ട്. അപ്പോഴേക്കും നയനയാണെങ്കിൽ ആ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയാണ്, ദേഹത്തൊടാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, ഇത്രയും വലിയ വൃത്തിയോട് ചെയ്ത് നിങ്ങളെ എല്ലാവരും മുമ്പിൽ ഞാൻ കൊണ്ടുപോയി ആകുമെന്ന് പറയുമ്പോഴേക്കും, അയ്യോ ദയവ് ചെയ്ത് ആരെയും കാണിക്കല്ലേ പ്ലീസ്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറയുമ്പോഴേക്കും നവ്യ, കണ്ടില്ലേ അവർ തന്നെ ഒളിപ്പിച്ച് നിപ്പം, അവരുടെ വയന്നിന് വന്നത് കണ്ടില്ലേ എന്ന് പറയുന്നുണ്ട്. ദയവ് ചെയ്ത് ഇനി ഒന്നും ചെയ്യില്ലെന്ന് പറയുമ്പോൾ നവ്യ പറയണം, ശരി എങ്കിൽ ആ മാല എടുത്തെടുത്തിനെ കൊണ്ട് തിരിച്ചു വെക്ക് എന്ന് ജലജ പറയുന്നുണ്ട്. അങ്ങനെ അതിന് മാല എന്നും ചോദിക്കുമ്പോൾ നവ്യ അവളുടെ മടിയിൽ നിന്നും ആ മാല എടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഈ ജലജ കൊണ്ട് വെക്കുന്നവൾ കണ്ടായിരുന്നു. അങ്ങനെ അവൾ ആ മാല എടുത്ത് നവ്യ തന്നെ ഒളിപ്പിച്ച് വെച്ചതായിരുന്നു. അങ്ങനെ മാല ജലജയുടെ കൊടുക്കുമ്പോൾ ശരി ഞാൻ കൊണ്ട് വെച്ചോളാം എന്നും പറഞ്ഞിട്ട് ആ മാലയുമായിട്ട് നേരെ പോയിട്ട് പൂജാമുറിലുള്ള താളത്തിലെ കൊണ്ട് വെക്കുന്നുണ്ട്. പെട്ടെന്ന് അവിടേക്ക് എല്ലാവരും വരുമ്പോൾ, ദാ മാല ഇവിടെ തന്നെ ഇരിപ്പുണ്ട്, നമ്മൾ കണ്ടതിൻ്റെ കുഴപ്പമാണ് എന്ന് പറയുന്നുണ്ട്. ഹോ ഈശ്വര, രക്ഷപ്പെട്ടു. ഇത്രയും നേരം കൊണ്ട് എന്തൊക്കെ തീയാ ചെന്നത് ജലജ, നീ ഒറ്റൊരുത് കാരണമാണ് ആ കനകത്തിൻ്റെ ബാഗൊക്കെ ചെക്ക് ചെയ്യേണ്ടി വന്നത്. എന്ത് മോശപ്പെട്ട കാര്യം ചെയ്തെന്ന് ആലോചിച്ച് നോക്കി, എനിക്ക് ഓർക്കാൻ കൂടി വയ്യ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. ജലജ പറയാണ്, അല്ല ഓരോ മുറിന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് ഓർത്താ ഞാൻ അങ്ങനെ പറഞ്ഞത്, മാംഗല്യത്താലിയല്ലേ, കിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുന്ന ഓർത്താ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. അപ്പം നവ്യ നയനയോട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കനകത്തിന് ആകെപ്പാടെ വിഷമമാവുന്നുണ്ട്. കനകത്തിന് അടുത്തേക്ക് വന്നിട്ട് നവ്യ പറയുന്നുണ്ട്, അമ്മേ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ആ ജലജ ഉണ്ടല്ലോ അമ്മയ്ക്കിട്ടൊരു പണി തരാൻ നോക്കിയതാ, ഞങ്ങൾ തിരിച്ചൊരു പണി നന്നായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആണോ മോളെ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ അമ്മേ, അതുകൊണ്ട് അമ്മയൊന്ന് കെയർഫുള്ളായിട്ട് നിൽക്കണം, അവരെന്തും ചെയ്യാൻ മടിയില്ലാത്തവരാ, ഇതുപോലെ ചീപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ യാതൊരു മടിയില്ലാത്തതാ. കാരണം ഈ അനന്തപുരിയിലുള്ളവർ പോലും അല്ല അവർ, പുറത്തുനിന്ന് വന്നവരാ അവർ, അതുകൊണ്ട് അവരുടെ സ്വഭാവം മാത്രം ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. എനിക്ക് അപ്പോഴേ തോന്നി അവർ എന്തോ പ്ലാൻ ചെയ്തിട്ട് തന്നെ മുറിലേക്ക് പോകുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ ഞാൻ ധൈര്യമായിട്ട് നിന്നത് ഞാൻ ഒരിതും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. നയന പറയാണ്, നവ്യേച്ചി കണ്ടതുകൊണ്ട് ഭാഗ്യമായി, അല്ലെങ്കിൽ ഇന്ന് ആരുടെ മുമ്പിൽ നമുക്ക് തെളിയിക്കാൻ പോലും പറ്റാതെ നമ്മളെല്ലാവരും കുറ്റക്കാരായനെ എന്ന് നയന പറയുന്നുണ്ട് കേട്ടോ. കനകം പറയാണ്, ഈശ്വരൻ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ ആരെയും പേടിക്കേണ്ട, ഒരാൾക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല മോളെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആദർശാണെങ്കിൽ പോലും ജലജനെ വഴക്ക് പറയുന്നുണ്ട്, ആവശ്യമില്ലാതെ ഒരാളുടെ മേലും ഇനി പഴിചേരാൻ നിൽക്കരുതെന്നും പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ആ ഒരു മാലയ്ക്ക് വേണ്ടിയിട്ട് പൂജ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുപോലെ വരാനിരിക്കുന്ന സ്റ്റോറീസൊക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതിന് മിസ്സാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.